ഗുഡ് മോർണിംഗ് ഓഫീസർ. ഗുഡ് മോർണിംഗ് സാർ. വേട്ടയാടാൻ വിട്ടാൽ കടിച്ചു കീറി കൊണ്ടുവരുന്ന ചില നായ്ക്കളുണ്ട്. അതേപോലെ ഒരാളെ പറ്റി പറയായിരുന്നു. അതിന് ഇദ്ദേഹത്തിന്റെ അപ്പം മരിച്ചിട്ട് ഇപ്പോൾ കുറേ കാലമായില്ലേ സാർ? താൻ തന്റെ ഡ്യൂട്ടി ചെയ്യും. അവരെന്തൊക്കെ കണ്ടുകൊണ്ട് തന്നെയാ തന്നെ ഈ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫിലിപ്പ് നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ തന്നെ അത് തൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് വരുത്തി തന്നെ മോശക്കാരനാക്കാനും അവർക്ക് കഴിയും. താൻ ചെല്ല്, ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് വയ്യച്ച, ജീവനേക്കാളേറെ സ്നേഹിച്ച പെണ്ണെ കൊന്ന ഞാനാന്ന് പറയുമ്പോൾ എനിക്ക് ജീവിക്കാം. അങ്ങനെയൊന്നും പറയില്ലടാ. ഞാനില്ലേ ചാൻ, ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ലല്ലോ. ഇല്ല, എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ചായൻ തകർന്നു പോകും. എന്നെ ചാനല്ലേ വാർത്തയത് അറിയില്ല. ഈ ചായൻ അത് മതി. ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാനുണ്ടാവും. അവൻ വിളിച്ചിട്ട് അവൾ പോയത്. അവനെ അവൾക്ക് അത്ര വിശ്വാസമായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഈ പറയുന്ന പോലെ അവൾ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഫിലിപ്പെങ്കിൽ അവനിത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയായിരിക്കും. പക്ഷെ എൻ്റെ കുട്ടിയോട് അവനെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് മുകളിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുണ്ടല്ലോ. ദയവ് ചെയ്ത് നിങ്ങളിനി ഞങ്ങളുടെ മുന്നിൽ വരരുത്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കുറ്റപ്പെടുത്താൻ ഒരാളുള്ളത് കൊണ്ട് ചെയ്തത് അയാൾ തന്നെ ആകണമെന്നില്ലല്ലോ. യുക്തിപൂർവ്വം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയും തെറ്റുമൊക്കെ. നിങ്ങൾ വന്നിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. എല്ലാം ന്യായീകരണം മാത്രം. അനിയന്റെ ഭാഗം ശരിയാണെന്നുള്ള മുൻവിധിയോടെയാണ് എല്ലാം. യുക്തിയോടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി എന്താണ് ചെയ്യുന്നതെന്ന്. ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങളല്ലേ തീർച്ചപ്പെടുത്തിയത്. നിങ്ങളുടെ മകളെ സ്നേഹിച്ച് വിശ്വസിച്ച ആൾ തന്നെയാണ് കുറ്റക്കാരൻ. എൻ്റെ അനിയൻ എനിക്ക് ബാധ്യതയൊന്നുമല്ല. പിന്നെ മരിച്ച ദിവസം അവൻ വിളിച്ചിട്ടാണ് അവൾ പോയതെന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്കത് മതി. ദാറ്റ്സ് ഓൾ. സാർ, അന്ന് രാത്രി 9 മണിക്ക് ഫിലിപ്പിന്റെ ഫോണിൽ നിന്നും അലീനയുടെ ഫോണിലേക്ക് ഒരു കോള് പോയിട്ടുണ്ട്. അവളെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോളായിരിക്കാം. അന്ന് 10:55 അലീന ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ് ഹേർട്സ് വെൻ ദ പേഴ്സൺ ദാറ്റ് മെയ്ഡ് യു ഫീൽ സ്പെഷ്യൽ യെസ്റ്റർഡേ മേക്ക് യു ഫീൽ സോ അൺവാണ്ടഡ് ടുഡേ. ആ ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് കാരണം അന്വേഷിച്ചപ്പോൾ അവള് മറ്റൊരു പോസ്റ്റ് ഇട്ടു. തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഫിലിപ്പ് എബ്രഹാം ആയിരിക്കും. ഇതാണ് സാർ പോസ്റ്റ്. എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി അവനായിരിക്കും. ഇന്നലെ വരെ എന്നെ കരുതലോടെ കണ്ടവൻ ഇന്നെന്നെ ഉപേക്ഷിക്കുന്നു. എല്ലാം കൂടി ചേരുന്നില്ലല്ലോ. എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതും എന്നെ അപായപ്പെടുത്തുമെന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അപായപ്പെടുത്തുമെന്ന് തോന്നിയിരുന്നെങ്കിൽ അതല്ലേ ആദ്യം പറയേണ്ടത്. ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് തള്ളിക്കളയലാണ്, തട്ടിക്കളയലല്ല. സാർ, തള്ളിക്കളയാനുള്ള തീരുമാനത്തിന് ശേഷം അത് പോരാ, തട്ടിക്കളഞ്ഞ് തീരൂ എന്നൊരു തീരുമാനത്തിൽ എത്താവുന്നല്ലേ ഉള്ളൂ. ഉപേക്ഷിച്ചാൽ തൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്തറിയുമെന്നുള്ളൊരു ഭയം അതൊരു കാരണമാവാം. എനിക്കൊരു പൊരുത്തക്കേടും തോന്നുന്നില്ല സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതായതാണ് മരണകാരണമെന്നാണ്. കഴുത്തിന് പുറകിൽ ക്ഷതമേറ്റ പാടുണ്ട്. ബലം പ്രയോഗിച്ച് മുക്കി താഴ്ത്തിയപ്പോൾ ഏറ്റ പാടുകളാവാം. സ്റ്റിയറിംഗ് വീലിലെ ഫിംഗർ പ്രിന്റ്സ് എടുത്തില്ലേ? സ്റ്റിയറിംഗ് വീലിൽ നിന്നും ഫിംഗർ പ്രിന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സാർ, ഡാഷ്ബോർഡിൽ നിന്ന് കണ്ടെടുത്ത ക്രിസ്റ്റലിൽ ഫിലിപ്പ് എബ്രഹാമിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്.
പിന്നെ കൊല്ലപ്പെട്ട അലീനയുടെ വലത് കയ്യിൽ നിന്ന് കിട്ടിയ മുടിയടകൾ ഫിലിപ്പിന്റേതാണ്. കൊല്ലാൻ ശ്രമിച്ച ആളുടെ തലയിൽ പിടിച്ച് വലിച്ചപ്പോ മരണോപ്രാളത്തിൽ കയ്യിലായതാണ്. ഓക്കെ, താങ്ക് യു. 27 ട്രയൽ വെച്ചിരിക്കുന്ന കേസിന്റെ ഒരു ഫയലും എന്റെ ഓഫീസിൽ എത്തിയിട്ടില്ല. എത്തിക്കരുതെന്ന് ഏമാന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കും അല്ലേ? ഇല്ല മാഡം, അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. എന്നാ പിന്നെ പഠിച്ചു വാദിക്കാൻ വേറെ പ്രോസിക്യൂട്ടറെ നോക്കിക്കോ. അനിയനെ രക്ഷപ്പെടുത്താൻ എല്ലാ കഥകളുമായി എന്റെ മുന്നിൽ വരണ്ട. തന്നെ വിശ്വസിച്ച പെണ്ണിനോട് അവൻ എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. സ്നേഹിച്ച പെണ്ണിനെ പറ്റിക്കുന്ന പാരമ്പര്യം പണ്ടേ കുടുംബത്തിനുള്ളതാണല്ലോ. സർ, വിളിച്ച് കൊതിതീരും മുമ്പേ അകന്നുപോയ ഒരാളുണ്ട് മനസ്സിൽ. അമ്മ. ഏത് പെണ്ണിനെയും ആ കണ്ണുകളുടെ കാണുമെന്ന് തന്നെയാണ് ഞാൻ അവനെയും പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഡയാന പറഞ്ഞ പെണ്ണിനെ പറ്റിച്ച പഴങ്കഥ, അതിനൊരു മറുപക്ഷമുണ്ട്. അറുത്ത് കളയാൻ പറഞ്ഞത് രക്തബന്ധമാണ്. അങ്ങനെ ചെയ്ത പാരമ്പര്യം എൻ്റെ കുടുംബത്തിന് പണ്ടേയില്ല. അമ്മയുടെ വില അറിയാവുന്നവനെ പെണ്ണിൻ്റെ വില വേർതിരിച്ച് പഠിപ്പിക്കേണ്ടതില്ല. തന്റെ ചേട്ടൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തെളിവുകളൊക്കെ തനിക്കെതിരാണ്. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത്? അന്ന് രാവിലെ ആയിരുന്നു നസാമക്കയുടെ ഷോറൂമിന്റെ ഉദ്ഘാടനം. അന്ന് രാത്രി ഞാൻ നന്നായിട്ട് മദ്യപിച്ചിരുന്നു. ഞാൻ അല്പം ഓവറായി. ഇച്ചായനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അന്ന് രാത്രി വീട്ടിൽ പോയില്ല. അന്ന് രാത്രി താൻ അലീനെ വിളിച്ചില്ലേ? ഓവ്, ദിവസത്തെ 3-4 പ്രാവശ്യം ഞാൻ അവളെ വിളിക്കും, അല്ലെങ്കിൽ അവൾ എന്നെ വിളിക്കും. പക്ഷെ ഞാനന്ന് എന്താ സംസാരിച്ചതെന്ന് ഓർക്കുന്നില്ല. തന്റെ കോള് വന്നതിന് ശേഷം തന്നെ കാണാനാണ് അവൾ പോകുന്നതെന്ന് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ജസ്റ്റ് ട്രൈ ടു റിമെമ്പർ, എന്താണ് താൻ അവരോടൊന്ന് പറഞ്ഞത്? അന്ന് മദ്യത്തിന്റെ ഹാങ് ഓവറിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. താൻ അത്രയൊക്കെ മദ്യപിക്കുന്ന ആളാണോ? അല്ല. ഓക്കെ, സോ താൻ മദ്യപിച്ച ശേഷം ആ വീട്ടിലന്ന് കിടന്നുറങ്ങി. അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ വേറെ? അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. നസാമക്ക ഉണ്ടായിരുന്നു, അരുൺ ഉണ്ടായിരുന്നു, സൽമാൻ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഗുഡ്. സോ അവരൊക്കെ താൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ആലിബേ ആണല്ലോ അല്ലേ? അതെ. ദാറ്റ്സ് ഗ്രേറ്റ്.